നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർഭരണം അധികാരത്തെ ദുഷിപ്പിക്കുമെന്നും അത് ഇന്ത്യയിൽ ഈ തുരുത്തിൽ മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൂടി ഇല്ലാതാക്കുമെന്നും സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ സച്ചിദാനന്ദൻ പറഞ്ഞത് അന്തരീക്ഷമർദ്ദം കൂട്ടിയത് ചില്ലറയല്ല. സച്ചിദാനന്ദൻ വെറുമൊരു കവിയോ വെറുമൊരു ഇടതുപക്ഷക്കാരനോ അല്ലെന്ന് അടിയന്തരാവസ്ഥ കാലം മുതലേ അദ്ദേഹം എഴുതിയ കവിതകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നതാണ്. സച്ചിദാനന്ദൻ ആരെന്നും അദ്ദേഹം പറഞ്ഞതിന്റെ സത്ത എന്തെന്നും തിരിച്ചറിയുന്ന സാംസ്കാരിക നായകരെല്ലാം ഇതിനെ പിന്തുണച്ചു. പലരും മിണ്ടിയില്ലെന്ന് മാത്രം. എന്നാൽ ഹമീദ് ചന്ദമംഗലം, എം.എൻ. കാരശ്ശേരി, സാറാ ജോസഫ്, കൽപ്പറ്റ നാരായണൻ എന്നിവരൊക്കെ ഇതിനെ പിന്തുണച്ചു. ഇത്രയും എത്തിയില്ല. അതിനു മുമ്പ് തന്നെ ആസനത്തിൽ പൊള്ളലേറ്റ CPM സൈബർ കടന്നലുകളും അധികാരത്തിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും ഭജിച്ച് കൊഴുക്കുന്ന അടുത്തൂൺ സാംസ്കാരിക നായകന്മാരും ഇളകിയാർത്തു. മുരുകൻ കാട്ടാക്കടയിൽ നിന്നും അശോക ചെരുവിൽ നിന്നും ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കാതെ ജനം ഇത് ഗവനിച്ചില്ല. ഈ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്ന വെള്ളാപ്പള്ളി മുതൽ യൂസഫലി വരെയുള്ളവർ ഒന്നും മിണ്ടിയില്ലെങ്കിലും സൈബർ കടന്നലുകളും ശവസാംസ്കാരിക നായകന്മാരും അടങ്ങുന്ന മട്ടില്ല. അവർ പുലമ്പൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസരത്തിൽ വില്ലേജ് ന്യൂസിന്റെ വീക്ഷണം മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് സച്ചിദാനന്ദനെ പോലെ ഉള്ളവർ ഇങ്ങനെ പറയുന്നു? കോൺഗ്രസിനോടോ BJPയോടോ ഉള്ള സ്നേഹം കൊണ്ടാണോ? CPMനോടുള്ള വൈരാഗ്യം കൊണ്ടാണോ? അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല. മറിച്ച് 1957 മുതൽ 2006 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളിൽ നിന്ന് വേറിട്ട് ഈ ഭരണത്തിനുണ്ടായ അപജയങ്ങളാണ് ഇങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. മുൻ ഭരണങ്ങൾക്കൊന്നുമില്ലാത്ത വലതുപക്ഷ വ്യതിയാനം ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMനെ ദുഷിപ്പിച്ചിരിക്കുന്ന വസ്തുത തിരിച്ചറിയുന്നതാണ് പൊള്ളുന്ന നെഞ്ചോടെയാണെങ്കിലും അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുള്ളത്ര ചൂടും ചൂരും പോലുമില്ലാതെ എന്തിന് BJPയേക്കാൾ വലത്തേക്ക് നീങ്ങാൻ കാട്ടുന്ന CPMന്റെ വ്യഗ്രതയാണ് അവരുടെ മനം മടുപ്പിച്ചിരിക്കുന്നത്. ചൂരയുടെ ചൂര് പിടിക്കാതെ നെമ്മീനിൻ്റെ മണം തേടിപ്പോകുന്ന മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും ധൂർത്തും ധാർഷ്ട്യവും അസഹനീയമാക്കുന്നു. വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റമായ BJPയുടെ കേന്ദ്ര മന്ത്രിമാരും നേതൃത്വവും ഇതിൻ്റെ 10-1 ധൂർത്ത് പോലും നടത്തുന്നില്ലെന്ന വസ്തുത ജനത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അമിത്ഷായ്ക്ക് പോലുമില്ലാത്ത ധാർഷ്ട്യം CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ കാട്ടുമ്പോൾ നൊന്തുപോറ്റിയവർ വിങ്ങിപ്പൊട്ടുന്നത് സച്ചിദാനന്ദന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. വ്യക്തിപൂജകളെ പാർട്ടി ഭരണഘടനയുടെ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന CPM വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നതും നാടകം ഫ്ലെക്സുകൾ നിറച്ച് ക്യാപ്റ്റനെയും ഭരണഭൂതത്തെയും കാണപ്പെട്ട ദൈവത്തെയും സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ പൊതുജനത്തിൻ്റെ ചുണ്ടിൻകോണിൽ വിരിയുന്ന പരിഹാസച്ചിരികൾ കണ്ട് സച്ചിദാനന്ദൻ ലജ്ജിക്കുന്നുണ്ടാവും. കാര്യം കാണാൻ ഏത് കഴുതയുടെ കാല് പിടിക്കാനും മടിക്കാത്ത ഉപരിമധ്യ വർഗവും പാർട്ടിയെ കൈയടക്കുന്നതും അടിസ്ഥാന വർഗങ്ങൾ ഒഴുകി അകലുന്നതുമാകാം. കണ്ണട വെച്ച മുരുകന്മാർക്കില്ലാത്ത ധാർമ്മിക രോഷം കണ്ണട വയ്ക്കാത്ത സാംസ്കാരിക നായകന്മാരിൽ ധാർമ്മിക രോഷം ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് പരിഹാരം തുടർഭരണ നഷ്ടമാണോ? തുടർഭരണം ഉണ്ടായാൽ ബംഗാളിൻ്റെ അവസ്ഥയാകുമെന്നാണ് സച്ചിദാനന്ദൻ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെയാണ് വില്ലേജ് ന്യൂസിന് വിയോജിപ്പുള്ളത്. ഭരണനഷ്ടം ബംഗാളിൽ CPMനെ വളർത്തിയോ? ബുദ്ധദേവ് ഭട്ടാചാര്യയിൽ നിന്ന് മമതാ ബാനർജി ബംഗാൾ പിടിച്ചെടുക്കുമ്പോൾ CPMന്റെ വോട്ടിംഗ് ശതമാനം 41. ഇന്നോ അത് കുറഞ്ഞ് വെറും 5% എത്തി നിൽക്കുന്നു. ഭരണനഷ്ടം ബംഗാളിൽ പാർട്ടിയെ വളർത്തിയോ? CPMനെ വളർത്തുകയല്ല, തകർക്കുകയാണ് ചെയ്തത്. കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. CPM തകരും തോറും അവിടേക്ക് മറ്റൊരു ശക്തി കയറി വന്നു. അത് BJPയാണ്. ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയായിരിക്കും. മുൻകാലങ്ങളിൽ LDFന് ഭരണം നഷ്ടപ്പെട്ടാൽ നേടുക UDF ആയിരുന്നു. തെറ്റുതിരുത്തി അടുത്ത തവണ വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇനി മുതൽ അതിനുള്ള സാധ്യത അകന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാം ശക്തിയായി BJP വളർന്നിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഭൂരിപക്ഷം UDFന്റെ പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ടുകളാണ് CPMനെ നിലനിർത്തുന്നത്. BJPയുടെ വളർച്ചയിൽ CPMന്റെ ഈ വോട്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് BJPയിലേക്കാണ്. അതിനിയും തുടരുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഭരണ നഷ്ടത്തെ തുടർന്നുണ്ടാകുന്ന തകർച്ച അതിനാക്കം കൂട്ടും. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അഡ്വാൻസായി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? BJPയും UDFും തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചില്ലെങ്കിലും പയ്യെ അത് സംഭവിക്കും. UDFും BJPയും തമ്മിലാകും ഏറ്റുമുട്ടൽ. അത് വളർന്ന് കാലക്രമേണ ബംഗാളിലെ പോലെ CPM അപ്രസക്തമാകുകയും ചെയ്യും. ഇതിന് പരിഹാരം കാണേണ്ടതും അറിയേണ്ടതും ചെയ്യേണ്ടതും CPMമാണ്. CPM മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.